ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 സീരീസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗൈസ്. നമ്മളിപ്പം ഇവിടുന്ന് ഒരു ചെമ്മരിയാടിനെയും കൊന്നിട്ട് വന്നേക്കുവാണ്. കൂടെ എടുത്ത് ബെഡ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഈ സ്നോ കാരണമാണ് നമുക്ക് ശല്യം ഗൈസ്. ഡാമും കിട്ടുന്ന ഈ സോംബീസും അതിൻ്റെ ഇപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ അതിജീവിച്ച് കുറേ ദൂരം പോയിരിക്കും. സോംബി ഡെഡായിട്ടുണ്ട്. സോംബിയുടെ ഫ്ലഷ് കൊണ്ട് ഗുണമൊന്നുമില്ല. തിന്നു കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമായി. വില്ലേജും എല്ലാം കണ്ടുപിടിച്ചാൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചില വില്ലേജേഴ്സ് അത് വാങ്ങിച്ച് നമുക്ക് എംബ്ലം തരും. അപ്പോൾ നമ്മൾ എങ്ങനെ കഴിച്ചതിൻ്റെ അപ്പുറത്തോട്ട് പോകും? നമ്മൾ മുങ്ങിപ്പോകത്തില്ലേ? മുങ്ങും ഗൈസ്, മുങ്ങും. ഈ വെള്ളത്തിൽ മുങ്ങുന്നവരല്ലേ ഈ സ്നോയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കുഴിയും കിടക്കുന്നു ഗൈസ്. നമുക്ക് ഇത്രയും വീണ്ടും 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 താരുന്നു. ഗൈസ് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചിരുന്നേ ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. എന്തായാലും നമുക്കിനി തിരിച്ച് ഈ സ്നോ പൊളിച്ചങ്ങ് പോവാം. എങ്ങനെയും നമുക്ക് അപ്പുറത്തട്ടി തട്ടണം. അതാണ് ഇന്നത്തെ നമ്മളെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. എങ്ങനെ അപ്പുറത്തെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആശ്വാസം കിട്ടുന്നതായിരിക്കും. ഇവിടെ തന്നെ ഇന്ന് ഇറങ്ങിയ പ്രശ്നമാണ്. ഈ പച്ചപ്പ് വഴി പോകാമെന്ന് പറഞ്ഞാൽ എന്നാലും സ്നോ വന്നിരിക്കും. വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. അതാണ് നമ്മളെ ടാർഗറ്റ് ഗൈസ്. വില്ലേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ വില്ലേജ് കിട്ടാനും പാടാണ്. ചില സീഡിൽ വില്ലേജ് കിട്ടാൻ പാടാണ്. ഗൈസ് ഇത് കണ്ട ഗൈസ്, കോളം പോരെ. നമ്മളിനിപ്പോൾ ഈ സ്നോ പൊളിച്ച് കല്ലോ മണ്ണോ വല്ലോ വെച്ചിട്ട് പൊങ്ങണം. ഡേർട്ടുണ്ട്, ഡേർട്ടൊക്കെ പൊളിച്ചെടുത്തിട്ട് മേലോട്ട് പോവാം. ഡേർട്ട് ഗൈസ്, നൈറ്റ് ആവുന്നുണ്ട് ഗൈസ്. വീണ്ടും ഗൈസ് നമ്മൾ ഇതിൽ തന്നെ പോയി പെട്ട്. എന്തായാലും നമ്മളിനി പെട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു ഗുണമുള്ള കാര്യം ചെയ്യാം. എന്തായാലും നൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ണിൻ്റെ അടിയിൽ അങ്ങ് സർവൈവ് ആയാലോ. നമുക്കൊരു ക്രാഫ്റ്റ് ബോക്സ് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു ബെഡ് ഉണ്ടാക്കണം ഗൈസ്. വെള്ള ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഇതുണ്ട് എന്തോ ബെഡ് ഓബ്സ്റ്റീരിയൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നത് ഗൈസ്. ഇച്ചിരി കൂടി സ്ഥലമൊക്കെ പൊളിച്ചെടുക്കാം നമുക്ക്. ഈ കല്ല് നമുക്ക് പൊളിച്ചിട്ട് ബെഡ് ഇവിടെ ഇട്ട് നോക്കിയാലോ. അല്ല ഈ അറ്റവും കൂടി പൊളിക്കാം ഗൈസ്. ഇനി കിടക്കാം ഗൈസ്. ഇനി കിടക്കാൻ പറ്റും നമുക്ക്. നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ബെഡ് എടുത്ത് നമുക്ക് പോകാം ഗൈസ്. പിന്നെ ഈ മൈൻക്രാഫ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ലൈക്കും കൂടി ചെയ്യണം ഗൈസ്. എന്നാലേ നമുക്ക് ഈ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാനൊക്കെ തോന്നത്തുള്ളൂ. മൈൻക്രാഫ്റ്റ് ആണ് നിങ്ങൾക്കിഷ്ടം അതോ ഫ്രീ ഫയർ ആണെന്നും കൂടി കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇത് ഈ ഐസ് ഇച്ചിരി പണിയാണ് കേട്ടോ. ഇതെന്തൊരു കഷ്ടമാണ്. കയറി വീണ്ടും തട്ടും. മേലെ ഐസ് ഉണ്ടായിരുന്നു ഗൈസ്. ന്യൂസ് എങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് ഇട്ടണം. അതാണ് നമ്മളെ ചാലഞ്ച്. ഇച്ചിരി വലുതാണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഐസ് പൊട്ടിച്ചങ്ങ് കയറി പോകണം. ഈ ഐസ് പൊട്ടിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ പകുതി ജോലി കുറയും. നമ്മളെ ചലഞ്ച് ഈ മഞ്ഞ് അപ്പുറത്തോട്ട് പോകുന്നത്. അത് നമ്മൾ അങ്ങോട്ട് തന്നെ പോവാം. എന്ത് ഗൈസ്, ഇലയൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തൂക്കണോ? എന്താ ക്രാഫ്റ്റ് ഒന്നും ചെയ്യണ്ട. ചെറുതായിട്ട് ഇങ്ങനെ പോവാം ഗൈസ്.
ഈ മഞ്ഞ് പൊട്ടിച്ച് പോകാൻ ഇച്ചിരി പാടാണ്. ഈ ഇലയൊക്കെ എന്തിനു നമുക്കിത് പൊളിച്ചിട്ടങ്ങ് കയറിപ്പോവാം. നമ്മളിവിടെ വെച്ചാൽ ഡെഡ് ആയിക്കാൻ ഇച്ചിരി പാടാണ്. നമ്മൾ സ്പോൺ കണ്ടുപിടിക്കാനേ. നമ്മൾ റീസ്പോൺ ഞാൻ ബെഡ് സെറ്റ് ചെയ്തില്ല അവിടെ. ബെഡ് എന്ത് പൊളിച്ചെടുത്തോണ്ടേ. ഇവിടെ കേവും ഗൈസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഐസിലൊരു ബോട്ട് ഇട്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ മഞ്ഞല്ലോ അടുത്ത സീരീസ് വരുവാണെങ്കിൽ നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. എന്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരുമായിരിക്കും ഇനി ബോട്ട് കേസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം എന്തായാലും. അപ്പം നമുക്കതിനുള്ള അവസ്ഥയില്ല. ഈ മഞ്ഞൊക്കെ കാരണം ഇച്ചിരി പാടാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം ഗൈസ്. അടുത്ത സീരീസ് ഞാൻ ഇടുന്നതായിരിക്കും ഉടനെ മൈൻക്രാഫ്റ്റിൻ്റെ. ഈ മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലും ഗൈസ്. ഗൈസ് ചാടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെന്ത് ചാടി. വീണ്ടും ഇതെന്താ ഗൈസ്, മണ്ണിൻ്റെ അടിയിലോട്ട് പൊതനങ്ങ് പോയി. പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നില്ല, പൊതഞ്ഞു പോകുന്ന ടൈപ്പ് മണ്ണാണ്. ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ബക്കറ്റ് ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു ഗൈസ്. എടുത്തിട്ട് വേറെ സ്ഥലത്തോട്ട് തട്ടിക്കൊടുക്കായിരുന്നു ഗൈസ്. അവസാനം ഈ മഞ്ഞ് പോയി കിട്ടി. ഇനി നമുക്കിച്ചിരി നല്ലോണം നടക്കാം. എന്തായാലും നമ്മളെ ചലഞ്ച് നമ്മൾക്ക് ഈ വില്ലേജ് കണ്ടുപിടിക്കല്ലേ ഗൈസ്. ഒരു കേവൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ മൈനിങ് ഒക്കെ ചെയ്യാം. ആദ്യം ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ നല്ലതാ. അതാ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ മൈനിങ് ഒരു വീട് വെച്ച് താമസിക്കണോ അതാ വില്ലേജ് കണ്ടുപിടിക്കണോ? എന്തായാലും തൽക്കാലം ഒരു വീട് വെച്ച് താമസിക്കേണ്ട വരും കുറച്ച് കാലത്തേക്ക്. ഇത് കുറേ ഡയമണ്ടും അതും ഇതൊക്കെ കുറച്ചൊക്കെ ഒപ്പിക്കണം. മറിഞ്ഞു വീണ മരം കൊണ്ട് ഇനി ഗുണമില്ലാത്തതുകൊണ്ട് നമ്മളത് പൊട്ടിച്ചങ്ങ് എടുക്കാം. പെട്ടെന്നാവട്ടെ. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. ഒരു മീനെ അടിച്ചാൽ കൊള്ളായിരുന്നു. ഈ ബെയറിനെ പോളാ ബെയറിനെ കൊന്നാൽ മീൻ കിട്ടുമെന്ന് പറയും. എനിക്ക് തോന്നുന്നു അത് കഴിച്ച മീനായിരിക്കും ചിലപ്പോൾ. ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റോം പോലത്തെ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു കേസ്. നമ്മളെ ഫുഡൊക്കെ ഈ വരി പോകുന്നു കേസ്. എന്തായാലും ഞാൻ ഇനിയിപ്പം വിചാരിക്കുന്ന ഒരു വീട് ഇട്ട് താമസിക്കാനാണ്. വീട് വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും അത് ഗേസ്. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ സ്റ്റോണുള്ള ഏരിയയിലാണ് ഗേസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗേസ് കുറച്ച് കോപ്പർ കിട്ടിയിട്ടുണ്ട്. പോപ്പറാ, നമ്മളൊക്കെ അതൊക്കെ പൊളിച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി അയണും ഒപ്പിക്കണം, ഡയമണ്ടും ഒപ്പിക്കണം ഗേസ്. നമ്മളെ മെയിൻ ഗോള് വില്ലേജും കണ്ടുപിടിക്കണം, പിന്നെ ഡയമണ്ടും കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ചില സീഡിലൊക്കെ വില്ലേജ് കണ്ടുപിടിക്കാൻ പാടാണ്. ചില സീഡിൽ ഭയങ്കര ഈസിയാണ് വില്ലേജ് കിട്ടാൻ. എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും ഇതിൽ നോക്കാം വില്ലേജ് കണ്ടുപിടിക്കാൻ കഴിയുമോ. ഗ്യാസ് കോളൊക്കെ അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ട്. നമ്മൾ അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് കൊടും കാട്ടിലോട്ട് മരത്തിൻ്റെ മേളിൽ കയറാം. ട്രീ ഹൗസ് പോലെ കയറിപ്പോവാം. മഷ്റൂം വലുതായതാണെന്ന് തോന്നുന്നു കേസ്. ഇത്
മഷ്റൂം മരത്തിലോട്ട് ചാടാം. നമ്മളെ ഫുഡൊക്കെ ഓടിപ്പോകുന്നു കേസ്. നമ്മൾ എന്ത് ചെയ്യാൻ? വെറുതെ വിട്ട് കഴിഞ്ഞാലേ ചിലപ്പം പിന്നെ ഈ പൂട ഇട്ടിക്കഴിഞ്ഞാലേ വൂളെന്ന് പറയാം. ചിലപ്പം പിന്നെ ഈ ബെഡ് വല്ലതിൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാമല്ലോ. വേറെ സ്ഥലത്ത് 2 സ്ഥലത്തൊക്കെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഒരു നല്ലൊരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വീട് വെച്ച് താമസിക്കും. നല്ലൊരു വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വീട് വെക്കും. എനിക്ക് നല്ല പ്ലെയിനും പിന്നെ ഒരു മരങ്ങളും ഉള്ളൊരു സ്ഥലമാണ് ഞാൻ വീട് വെക്കാൻ നോക്കുന്നത്. ഇതൊക്കെ ഒരു കാട് ഏരിയയാണ് ഗേസ്. അപ്പം എനിക്ക് തോന്നുന്ന പോലെ തന്നെ ആയിരിക്കും ബോട്ട് ഉണ്ടാക്കേണ്ടി വരും ഗേസ്. തുരഞ്ഞു പോകാൻ കുറച്ച് സമയം എടുക്കും ഗേസ്. നമുക്ക് ബോട്ട് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ കൈ വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് അയണൊക്കെ ഉള്ളതുകൊണ്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് മൈനിങ് ചെയ്യാം. ബോട്ട് കരയിലിട്ടിട്ട് കയറിയിരുന്നിട്ട് ബോട്ടിൽ കയറിയിട്ട് കരയിൽ നിന്ന് തുഴഞ്ഞ് വെള്ളത്തിലോട്ട് പോവാം. ഗേസ് നമ്മൾ കുറുക്കനൊക്കെ ഉള്ള ഒരു കാടാണ് ഇത്. അവിടെ എത്തിയിട്ടുണ്ട് ഗേസ്. നമുക്ക് ഈ എത്തിയതായിട്ട് പാർക്ക് ചെയ്യാം. കുറച്ച് ഷുഗർ കെയിൻ മറ്റേ കരിമ്പ് കിട്ടിയിട്ടുണ്ട്. 4 കരിമ്പൊക്കെ ഇരിക്കട്ടെ കയ്യിൽ. വല്ലോ കേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയാലോ. മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാം. ഗൈസ് ഇത് പൊളിക്കണം. ഗൈസ് നമ്മൾ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ സ്ക്വാഡിൻ്റെ പവർ ലോ ആണ് ഗൈസ്. ഇനി ഒരു സ്റ്റോണിൻ്റെ ഉണ്ടാക്കണം. അയൺ വെച്ച് ഇവിടെ ഒരു കേവ് ഉണ്ട്. നമുക്ക് കേവൊന്നും ഇപ്പം വേണ്ട. കേവിൻ്റെ അടുത്തൊക്കെ താമസിച്ച പ്രശ്നമാണ്. സോംബീസ് വരും. ഡേർട്ട് നമ്മളെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നമ്മളെടുത്ത് കയറിപ്പോവാം. എനിക്ക് തോന്നുന്നു ഹങ്കർ കറുപ്പ് ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല കറുത്ത ചെമ്മരിയാടിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കല്ലേ ബ്ലാക്കും വൈറ്റും കുറേ വൂള് കിട്ടിയെങ്കിൽ നമുക്ക് താഴെ മറ്റേ വിരിക്കുന്ന മാറ്റ് പോലത്തെ ആ സാധനം ഉണ്ടാക്കാമായിരുന്നു. ഗൈസ് ഹങ്കർ നല്ലതായിട്ടുണ്ട് ഗൈസ്. ഇപ്പം മീറ്റ് വേവിക്കേണ്ട സമയമായി. ഞാൻ കോളൊക്കെ നേരത്തെ കയ്യിൽ കരുതി വെച്ചുകൊണ്ട് ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അത്ര ഇതൊന്നും വന്നിട്ടില്ല. മഷ്റൂമൊക്കെ നിൽക്കുന്നു ഗൈസ്. പിന്നെ സമയം വൈകുകയും ചെയ്യുന്നു ഗൈസ്. നമുക്ക് അന്നോട്ടാണ് പോകേണ്ടത് ഗൈസ്. ഇതിന് വേണ്ടി നമ്മൾ അന്നോട്ടൊന്നും ആക്കിയിട്ടുണ്ട്. ബെഡ് എടുത്ത് യാത്രയാവുന്നത് നെക്കിക്കൊണ്ടിരുന്നാലോ. നൈറ്റ് ആയില്ലേ? നമുക്ക് കയറി കിടക്കാം. ഗൈസ് രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും പാക്ക് ചെയ്ത് പോകേണ്ട സമയമായി ഗൈസ്. നമ്മൾ ഫുഡൊക്കെ സെറ്റായി. നമുക്ക് ഫുഡും കഴിച്ചുകൊണ്ട് അങ്ങോട്ട് ഇച്ചിരി പോവാം. ഇപ്പം കുറച്ച് സമയം കൂടി നമുക്ക് കുറച്ച് മീറ്റ് എടുത്തിട്ട് തിന്നാം. ഹങ്കർ മാറാം. എന്താ തിന്നുന്നു? ബാക്കി മീറ്റും കൂടി എടുക്കണം ഗൈസ്. ഒരു മീറ്റും കൂടി വേവും. അതും കൂടി വേവിച്ചിട്ട് നമുക്ക് എടുക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ഈ വോളും കൂടി എടുത്തുകൊണ്ട് പോവാം ഗൈസ്. ഇത് എന്തുവാ ഗൈസ്? എടുക്കുന്ന മൊത്തം തെറ്റ്. എന്നാലും നമുക്കിനി അങ്ങോട്ട് പോവാം.
ഇവിടെ കുറേ മഷ്റൂം ഉണ്ട്. ഒരെണ്ണം എടുത്തേക്കാം, സൂപ്പ് ഉണ്ടാക്കാം. ഇവിടെ എനിക്കൊന്ന് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗേസ്. ബൈ ബൈ.